നിങ്ങളൊന്ന് സംസാരിക്കായിരുന്നു. ഓരോ ദിവസവും പുതുയുഗയാത്രയുടെ കൗതുക കാഴ്ചകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിന്റെ സമകാലിക പകലിൽ ഇടുക്കിയിലെ പുതുയുഗയാത്രയിൽ സതീശൻ പറയാ വേദിയിൽ നിൽക്കുന്ന കോൺഗ്രസുകാരോട്, നീങ്ങി നിൽക്കണോ, എന്നെ കാണാൻ പറ്റുന്നില്ല, സൈഡിലേക്ക് മാറി നിങ്ങളെന്ന്. കുറെ ആളുകൾ വേദിയിൽ ഇരുന്ന് സദസ്സിലിരുന്ന് ശബ്ദമുണ്ടാക്കുന്നു, ശബ്ദം താഴ്ത്തു, എന്റെ ശബ്ദം കേൾക്കട്ടെ ജനങ്ങളെന്ന്. എന്താണ് കോൺഗ്രസിന്റെ ശബ്ദവും ശബ്ദ കോലാഹലങ്ങളും പുതുയുഗയാത്രയിൽ? അല്ലയോ സതീശ, വിസ്മയ കാഴ്ച തുടരട്ടെ. ഓരോ ദിവസവും താങ്കൾ പറഞ്ഞ വിസ്മയ കാഴ്ച ഞങ്ങൾക്ക് നാട്ടുകാരോട് വിളിച്ചു പറയാനുണ്ടാകുമെന്ന് പറഞ്ഞത് അക്ഷരം പ്രതി റെഡിയായിക്കൊണ്ട് ശരിയായിക്കൊണ്ട് പോകുന്നതിന്റെ രസത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം എന്നുള്ളതാണ്. അടിമാലിയിൽ, ഇടുക്കിയിലെ അടിമാലിയിൽ ഇന്ന് രാഷ്ട്രീയ പകലിൽ പുതുയുഗയാത്രയുടെ വേദിയിൽ സതീശൻ പൊട്ടിത്തെറിക്കുക. ആരോടാ? ഭരണപക്ഷത്തിന്റെ ചെയ്തികൾക്കെതിരെയല്ല, പുതുയുഗയാത്ര നടത്തുന്നതിന്റെ ഉദ്ദേശ ശുദ്ധിയെ കുറിച്ചുമല്ല പറയുന്നത്. സദസ്സിലെ തിക്കും തിരക്കും കാരണം പ്രതിപക്ഷ നേതാവിനെ പോലും സദസ്സിന് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നപ്പോ സദസ്സിലെ ജനങ്ങളോട്, വേദിയിലെ സ്റ്റേജിലെ നേതാക്കന്മാരോട് ഇരുവശത്തേക്കും മാറാൻ 4-5 പ്രാവശ്യം ആക്രോശിക്കുന്ന സതീശൻ. അപ്പോഴാണ് സ്റ്റേജിന് ഫ്രണ്ടിൽ നിന്ന് ശക്തമായ ബഹളം, സംസാരം, ഒച്ചപ്പാടുകൾ. 2-3 പ്രാവശ്യം കൈയെടുത്ത് അത് നിർത്തൂ, ശബ്ദം നിർത്തൂ എന്ന് പറയുന്ന അവസ്ഥ. വാടകയ്ക്ക് കൊണ്ടുവന്ന തൊഴിലാളികൾ എങ്ങനെയാണ് താങ്കൾ പറയുന്നത് കേൾക്കുക? ആളില്ലാത്ത CPM ജാഥയെ കുറിച്ച് നിങ്ങൾ ശക്തമായി പ്രതിപാദിച്ചല്ലോ, വലിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. നിങ്ങളുടെ ആൾ കൂടിയത് എന്തിനു പേരിലാണ് എന്ന് പോലും കൂടിയവർക്ക് പോലും അറിയാത്ത അവസ്ഥ. 10 മിനിറ്റ് നിങ്ങൾ പ്രസംഗിക്കുമ്പോ 10 മിനിറ്റിൽ 8 മിനിറ്റും സംസാരിച്ച് മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്ന ജനക്കൂട്ടം. വേദിയിൽ തിക്കും തിരക്കും, അവർക്കാർക്കും അറിയില്ല എന്തിനാണ് അവർ വേദിയിൽ നിൽക്കുന്നതെന്ന്. സതീശന്റെ പുതുയുഗയാത്ര വിസ്മയമായി തുടരുകയാണ് മധ്യ കേരളം കടന്ന് തെക്കോട്ട്. വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, സംസാരിക്കായിരുന്നേ സംസാരിക്കാതിരിക്കേ, മിണ്ടരുത് ഇവിടെ നിന്ന്. ഈ നാടിന്റെ സമ്പദ്ഘടനയാണ് ഒരു നാടിന്റെ നട്ടെല്ല്. അത് തകർന്നു കിടക്കുകയാണ്. സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. നിങ്ങളൊന്ന് സംസാരിക്കായിരുന്നു. ഇവിടെ മാറി ഈ യോഗത്തിൽ അക്ഷരമല്ലോ. മാറി എല്ലാവരും മാറി.